എല്ലാവർക്കും രശ്മീസ് റെസിപ്പീസിൻ്റെ അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേര ചായയ്ക്ക് പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വരുമ്പം കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ വിഭവത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് കണ്ടാൽ തന്നെ ഒത്തിരി ഇഷ്ടമാവും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് വൈകുന്നേരം നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇത് ചൂടേ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ നോക്കുക, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവണത്. അപ്പോൾ ഈ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെറുതെ ഒന്നും ഒഴിച്ചിട്ടില്ല, എണ്ണയോ നെയ്യോ ഓയിലോ ഒന്നും ഒഴിച്ചിട്ടില്ല. ആ പാനിലേക്ക് 4 ബ്രെഡ് പീസ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ മാത്രമേ പാടുള്ളൂ, വല്ലാതെ മുരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാനൊന്ന് മീഡിയം ചൂടായി കഴിയുമ്പം നമുക്കത് അതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വല്ലാതെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ വീണ്ടും പറയുന്നു. വല്ലാതെ റോസ്റ്റ് ചെയ്താൽ അത് വല്ലാതെ ബലമായി പോകും. അപ്പോൾ ബലത്തിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇപ്പം ഞാനിതിൽ കാണിച്ചു തരാം എന്തോരം ചൂടാക്കണം എന്നുള്ളത്. ഇപ്പോൾ 2 സൈഡ് 2 പ്രാവശ്യമായിട്ട് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത്രയും മറിച്ചിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ആ വൈറ്റ് പാർട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഇത്രയും ആക്കിയിട്ടുള്ളൂ, ഞാനിപ്പോൾ പാനിൽ നിന്ന് എടുക്കുകയാണ്. ഇതുപോലെ ഇത്രയും ചൂടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇത് 4 പീസ് നേരത്തെ ചൂടാക്കിയത് ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അധികം ചൂടാകരുത്, അധികം ഇതുപോലെയൊക്കെ ഇത്രയൊക്കെ കളർ മാറിയാൽ മാത്രം മതി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടാണ് റോസ്റ്റ് ചെയ്തേക്കുന്നത്. 4 പീസ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 പീസും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ മൊത്തം 6 പീസ് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പീസ് വേണോ അത്രയും നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 6 പീസ് ബ്രെഡ് ഇതൊന്ന് സ്ക്വയറായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒന്നും ഇതാക്കി വെച്ചിട്ട് 3 എണ്ണമാക്കി വെച്ചിട്ട് ഇതൊന്ന് ഒന്നിച്ചൊന്ന് സ്ക്വയറാക്കി ഒന്ന് മുറിച്ചെടുക്കാൻ പോവുകയാണ്. സ്ക്വയറാക്കി മുറിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും പൊടിഞ്ഞൊന്നും പോകാനൊന്നും പാടില്ല. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്ക്വയറാക്കി മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ലാതെ മൂപ്പിച്ച് കഴിഞ്ഞാൽ അത് വല്ലാതെ സ്റ്റിക്കായി പോവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ മുറിക്കുമ്പം അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അത് മുറിച്ചത് അവിടെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, ഞാനിത് ഡ്രൈ ആയിട്ടൊന്ന് വറുത്ത് തൊലി കളഞ്ഞ കപ്പലണ്ടിയാണ്, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പലണ്ടി അല്ലെങ്കിൽ കാഷ്യൂസ് ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കപ്പലണ്ടിയാണ് ചേർത്തേക്കുന്നത്. കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരേക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയൊരു സവാള ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയും കപ്പലണ്ടിയും എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു പച്ചമുളക് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതെല്ലാം ശരിക്കൊന്ന് ഉള്ളിയുടെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുന്നവരേക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ മുരിഞ്ഞൊന്നും പോകണ്ട, ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ആ ബ്രൗൺ കളർ ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഈ സമയത്തിന് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഉള്ളി വല്ലാതെ മൊരിയുന്നതിന് മുന്നേ തന്നെ ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. പാവ് ബജി മസാലയാണ്. പാവ് ബജി മസാല ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്തിരിക്കുന്ന സ്പൂണിനൊരു 1/4 സ്പൂൺ പാവ് ബജിയുടെ മസാലയും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1 സ്പൂൺ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ആക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ പൊടികളുടെ പച്ചമണം എല്ലാം പോകുന്നവരേക്ക് ഇതൊന്ന് ശരിക്കൊന്ന് വരട്ടി കൊടുക്കണം. പച്ചമണം എല്ലാം പോയി കഴിഞ്ഞിട്ട് വേണം, പൊടികളെല്ലാം ശരിക്കൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊടിയെല്ലാം ശരിക്കൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതൊരു 2.5 സ്പൂണൊക്കെ ആക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. സോസ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ
ടീസ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ 3 പച്ചക്കറികളും കൂടി ശരിക്കൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് വല്ലാണ്ടൊന്നും വാടി പോകേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വേകുന്ന പച്ചക്കറികളാണ്. അപ്പോൾ ഇത് വല്ലാണ്ട് ഇളക്കി, ഇത് വല്ലാണ്ട് കുഴഞ്ഞു പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ ഇട്ട് ഇളക്കി അത് വഴറ്റി എടുക്കുന്നതിന് പകരം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വെള്ളം ഇതിലേക്ക് കിടന്ന് ഒന്ന് തിളയ്ക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇതുവരെ ചേർത്തിരുന്നില്ല, സോസിലും ബ്രെഡിലും എല്ലാം ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് തിളയ്ക്കുന്ന സമയം മതി. ക്യാരറ്റ് ആയാലും ക്യാപ്സിക്കം ആയാലും എന്തായാലും ശരിക്ക് വെന്ത് കിട്ടും. ഇതിപ്പോൾ വെന്ത് ശരിക്ക് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബ്രെഡ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശരിക്ക് ഒന്ന് ശ്രദ്ധിക്കണം, ഒട്ടും പൊട്ടി പോകാതെയും പൊടിഞ്ഞു പോകാതെയും ബ്രെഡിൻ്റെ പീസെല്ലാം ഒട്ടും പൊട്ടി പൊടിഞ്ഞു പോകാതെ ശരിക്കൊന്ന് സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. അതായത് കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ അടിയിൽ നിന്ന് ചേർത്തിട്ട് വേണം ശരിക്കും മിക്സ് ചെയ്യാനായിട്ട്. സാധാരണ നമ്മൾ ഇളക്കുന്ന പോലെ ചുമ്മാ ഇട്ട് ഇളക്കിയാൽ ബ്രെഡിൻ്റെ പീസെല്ലാം ചിലപ്പോൾ ഒന്ന് പൊടിഞ്ഞു പോയിന്ന് വരും. അപ്പോൾ ബ്രെഡിൻ്റെ പീസൊന്നും പൊടിഞ്ഞു പോകാതെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ ഇളക്കാനായിട്ട്. ഈ മസാലയെല്ലാം എല്ലാ ബ്രെഡ് പീസിലും ശരിക്കും മിക്സ് ആകുന്നവരേക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതെല്ലാം ശരിക്കും എല്ലാ ബ്രെഡ് പീസിലും മസാലയെല്ലാം ശരിക്കും മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം മീതെ ഒരു 1/2 സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുക. മീതെ 1/2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്ത് അതും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു മുറി നാരങ്ങയുടെ നീര് അതും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു പുളിപ്പെല്ലാം ഉണ്ടാകും, അപ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു മുറി നാരങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ശരിക്കും മല്ലിയിലയും നാരങ്ങാനീരും എല്ലാം എല്ലായിടത്തും ബ്രെഡിൻ്റെ പീസിലും മസാലയിലും എല്ലാം ശരിക്ക് ആകാൻ പാകത്തിന് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുമാതിരി ഇങ്ങനെ പൊടിഞ്ഞു പോകാതെ അടിയിൽ നിന്ന് ചേർത്തിട്ട് വേണം ഇളക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. ഇനിയിപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കാണുമ്പോൾ തന്നെ കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല ചൂടെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇതിന് കറിയൊന്നും വേണമെന്നില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്ക് ചെറിയ കപ്പലിൻ്റെ എല്ലാം കടിക്കുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെയും ഇട്ടിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വൈകുന്നേര പലഹാരമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനിയും ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്